എറണാകുളം മൂവാറ്റുപുഴയാറിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നുണ്ട്. സമീപത്തെ വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. ഇലാഹിയ നഗർ, അതേപോലെ കൊച്ചങ്ങാടി എന്നിവിടങ്ങളിലെ 15ഓളം വീടുകളിൽ ഇന്ന് രാവിലെ വെള്ളം കയറി. വീടുകളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, ഇവരെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണിപ്പോ നിലവിലെ സാഹചര്യം? എന്താണ്? സേതു, എറണാകുളം ജില്ലയിലും ഈ മഴ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മൂവാറ്റുപുഴയിലാണ് ഇപ്പോൾ ആളുകൾ ദുരിതത്തിലായിരിക്കുന്നത്. അവിടെ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി തുടങ്ങിയ ഇടങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം വീടുകളിൽ വെള്ളം കയറിയതാണ്. ആ വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് വീണ്ടും അവിടെ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നത്. ഇലാഹിയ നഗറിൽ 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൊച്ചങ്ങാടിയിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതും ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവുമാണ് ഈ മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്നതിന് കാരണമായിട്ടുള്ളത്. കൂടാതെ മൂവാറ്റുപുഴ ആറിലെ ജലനിരപ്പ് ഉയർന്നതും ഇതിനൊരു കാരണമായി മാറിയിട്ടുണ്ട്. എന്തായാലും വീടുകളിൽ കാര്യമായി തന്നെ വെള്ളം കയറുന്നുണ്ട്. അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ എം.എൽ.എയുടെ നേതൃത്വത്തിൽ, സ്ഥലം എം.എൽ.എയുടെ നേതൃത്വത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ കയറിയ വീടുകളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചയാകും. സേതു. ഓക്കെ സഹിൻ, ശരി.